എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാരിൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. നടപടിയില്ലാത്തതിനാൽ മുന്നണിക്കകത്തും അസംതൃപ്തി രൂക്ഷമാണ്. ADGP RSS കൂടിക്കാഴ്ച വിവാദം അടക്കമുള്ള ഗുരുതര ആക്ഷേപങ്ങൾ നിലനിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് നിർണായകമായ നീക്കങ്ങളും നടക്കുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ADGP സമർപ്പിക്കുമെന്ന് അറിയുന്നു. അത് വലിയ വിവാദമായി CPI ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമാണ്. ഇക്കാര്യങ്ങളടക്കം നിർണായകമായ എന്തൊക്കെ നീക്കങ്ങൾ ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്? ലിബീഷ്, ADGP എം.ആർ. അജിത് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ പോലും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി വലിയ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് തന്നെ അത്തരത്തിലേതെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കാൻ തന്നെയാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് വൈകിപ്പിക്കുന്ന രീതിയിൽ, അതായത് 6 മാസം വരെ സമയം നൽകിയിട്ടാണ് ഇത് അന്വേഷിക്കാനായി ഏൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ADGPക്കെതിരെ കേസെടുക്കാതെയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യമെല്ലാം ADGPക്ക് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ADGPയെ രക്ഷിക്കാൻ നടത്തുന്ന നീക്കമാണ് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പല രീതിയിലുള്ള വിമർശനങ്ങളെ നേരിടുമ്പോഴും പല നടപടികൾ സ്വീകരിക്കുമ്പോഴും എം.ആർ. അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു മാറി നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത്. അതോടൊപ്പം വിഷയത്തിൽ മൗനം പാലിക്കുന്ന സാഹചര്യം ഏകദേശം ഒരു മാസമായി മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കാണുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനം അറിയിക്കാനുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടാകുന്നത്. ഏതായാലും എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും കാര്യമോ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എം.ആർ. അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ആവശ്യം നിലനിൽക്കുന്നത് CPI അടക്കമുള്ള മുന്നണിയിലെ പാർട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ്. അത് വലിയ രീതിയിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ CPMനെയോ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ തീരുമാനം ഇതിൽ എടുക്കേണ്ടതുണ്ട്. SP സുജിത് ദാസിനെ എതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ ഈ ADGP എം.ആർ. അജിത് കുമാറിനെ എതിരെ ഉണ്ടായ ആരോപണത്തെക്കാൾ വളരെ ചെറുതാണെങ്കിൽ പോലും കൃത്യമായി നടപടിയെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പൂരം അലങ്കോലമാക്കി എന്നുള്ള ചൂണ്ടിക്കാട്ടി ഇൻഫർമേഷൻ ഓഫീസറെ കഴിഞ്ഞ രാത്രിയിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. വലിയ നടപടികളാണ്. തെറ്റായ അറിയിപ്പ് നൽകിയത് അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകിയതിനെ തുടർന്നാണ് പോലീസിലേക്ക് കളങ്കമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും ഈ നിമിഷം വരെയും എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സംസ്ഥാന സർക്കാരോ ആഭ്യന്തര വകുപ്പോ സ്വീകരിച്ചിട്ടില്ല. അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് വഴിയൊരുക്കുകയാണ്. ഏതായാലും രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ന്യായീകരണമോ അല്ലെങ്കിൽ വിശദീകരണമോ ഉണ്ടാകുമെന്നുള്ളത് കാര്യം വ്യക്തമാണ്. ലിബീഷ്, വിഷ്ണു, ADGPക്കെതിരെയുള്ള നടപടികൾ അത് സർക്കാർ തലത്തിലുള്ള എടുക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇതുവരെയും പാർട്ടി മൗനം തുടരുകയാണ്. പാർട്ടിക്കും PV അൻവർ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ P. ശശിക്കെതിരെ കൂടി നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? തീർച്ചയായിട്ടും ലിബീഷ്, പാർട്ടിക്ക് ഒരു വിശദീകരണം നൽകി, അതായത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വിശദീകരണം എന്തെന്നാൽ PV അൻവർ MLA കൃത്യമായ ഒരു പരാതി രേഖാമൂലം P. ശശിക്കെതിരെ നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ P. ശശിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പരാതിയായി ലഭിച്ചാൽ അന്വേഷിക്കാമെന്ന് തന്നെയാണ് പാർട്ടി അറിയിച്ചിരുന്നത്. പാർട്ടി നേതൃത്വം നേരത്തെ ഈ കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് ഒരു കാരണം കണ്ടെത്തിയതും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ PV അൻവർ MLA പരാതി നൽകുന്ന നിമിഷം മുതൽ P. ശശിക്കെതിരായ ആരോപണം ശക്തമായി ഉയരും. ഏതായാലും എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. PV അൻവർ MLA ആണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുമായി ചേർന്ന് പണമിടപാട് നടത്തിയത് എം.ആർ. അജിത് കുമാർ അനധികൃതമായാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം കവടിയാറിൽ പണിയുന്ന വീടിനെ കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കാൻ പറ്റുന്ന വിധത്തിലാണ് PV അൻവർ MLA പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് DGP വിജിലൻസ് അന്വേഷണം നൽകുന്ന കാര്യത്തിലും ശുപാർശ ചെയ്തിരുന്നത്. വളരെ വൈകിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അംഗീകരിക്കും
സ്വീകരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് വിജിലൻസ് വൈകിപ്പിക്കുന്ന രീതിയിലേക്ക് കേസ് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ പി ശശിക്കെതിരെ നേരത്തെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ പാർട്ടി പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി രേഖാമൂലം പി വി അൻവർ MLA നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നടപടി സ്വീകരിക്കുമെന്നാണ്, അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കുമെന്നാണ്. ഏതായാലും പാർട്ടി ഈ ഒരു പരാതി ലഭിച്ചാലുടൻ തന്നെ അന്വേഷണമായിരിക്കും പ്രഖ്യാപിക്കുക. നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലേക്ക് ഉടൻ കടക്കാൻ സാധ്യത വളരെ വിഷ്ണു, കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാതി പ്രത്യേക ദൂതൻ വശം AKG സെന്ററിലേക്ക് പി വി അൻവർ എത്തിച്ചു എന്നുള്ളതാണ്. MV ഗോവിന്ദൻ ഓസ്ട്രേലിയൻ പര്യടനത്തിലായതിനാൽ നേരിട്ട് പരാതി നൽകാൻ കഴിഞ്ഞില്ല. പ്രത്യേക ദൂതൻ വഴി AKG സെന്ററിലേക്ക് പരാതി കൈമാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകം. അദ്ദേഹം എന്ത് നിലപാടെടുക്കും പി ശശിയുടെ കാര്യത്തിൽ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. തീർച്ചയായിട്ടും പി ശശിക്കെതിരായ നടപടി സ്വീകരിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. എന്നാൽ ഇതൊരു പാർട്ടിയിൽ നിന്നുള്ള ഒരു നിയമനമായതുകൊണ്ട് തന്നെ പാർട്ടി ഇത് വളരെയധികം ഗൗരവത്തോടെ കാണേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് ഉപരി പാർട്ടിക്ക് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം ഉത്തരവാദിത്വവും പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതേസമയം നേരത്തെ MR അജിത്കുമാറിനെതിരായ ആരോപണങ്ങളിൽ തന്നെ പാർട്ടി വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയപരമായുള്ള ഒരു കാര്യത്തിനപ്പുറം ഇത് ഭരണതലത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് അറിയിച്ചു. എന്നാൽ പി ശശിക്കെതിരായ കാര്യത്തിൽ ഈ കാര്യം അതല്ല. അതായത് പി ശശിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ അത് പാർട്ടി നേതൃത്വം തന്നെയായിരിക്കും ഇടപെടുന്നത്. എന്നാൽ പരാതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു അറിയിപ്പോ കാര്യങ്ങളോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ പുറത്തു വരിക. ഏതായാലും കാര്യങ്ങൾ അന്വേഷിക്കാതെ നടപടിയെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ആരോപണങ്ങളിൽ അന്വേഷണം നടത്തും. അന്വേഷിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കുമെന്നാണ് നേരത്തെയും പാർട്ടി അറിയിച്ചത്. അതിന്റെ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ പല വിവരങ്ങളും അറിയാൻ സാധിക്കും. ഏതായാലും മുഖ്യമന്ത്രി MR അജിത്കുമാറിനെതിരെ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ പി ശശിക്കെതിരായ ആരോപണങ്ങൾ ചോദ്യമായി ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിലെങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ലിബീഷ്. ശരി വിഷ്ണു, മാധ്യമങ്ങൾക്ക് ചോദിക്കാനേറെയുണ്ട്, മുഖ്യമന്ത്രിക്ക് പറയാനും. നിർണായക വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. മറ്റു വാർത്തകളിലേക്ക്. ഇന്നലെ അന്തരിച്ച മലയാള സിനിമയുടെ മാതൃത്വത്തിന്റെ ആൾരൂപം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. കളമശ്ശേരി നഗരസഭാ ടൗൺ ഹാളിലെയും ആലുവയിലെ വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, എത്ര മണിവരെയാണ് കളമശ്ശേരിയിലെ പൊതുദർശനം? ആരൊക്കെയാണ് അവിടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തുക? ആലുവയിലെ വീട്ടിലെ ക്രമീകരണങ്ങൾ കൂടി.